ചിലര് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നിന്നെ കേസിൽ പെടുത്തും. അതായത് ഇവനോട് കളിക്കാൻ പോരുത്, ഇവനോട് കുരുത്ത ഇവൻ കേസ്. ഇതിനെന്താന്ന് പറയുക, ഇത്തരം അങ്ങനെ പറയുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ സിവിൽ നേച്ചറുള്ളതോ അല്ലെങ്കിൽ ചെറിയ ക്രിമിനൽ ഇതുകളോ, തള്ളി ഒന്തി ഇത് എന്ന് പറയുന്ന കേസുകളൊന്നും അതിന്റെ എൻഡ് വരെ പോവില്ല. ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിൽ തീരും. പക്ഷെ ആ വള്ളി പിടിപ്പിക്കുന്നത് എന്നും പിടിപ്പിക്കാം. അത് നമ്മുടെ ഒരു ഇതില് നമ്മുടെ എതിരെ കേസ് വരാന്ന് പറഞ്ഞാൽ കോടതി കയറി ഇറങ്ങി നടക്കാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ. അത് ഭയങ്കര ടോർച്ചർ സാധനം. അത് എങ്ങനെയാണ് പിന്നെന്താ ചെയ്യാ? അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മളെ ഇരുത്തി പോസ്റ്റ് അടിപ്പിക്കണമെന്ന് തന്നെയാണ് ഈ സിസ്റ്റങ്ങൾക്കെല്ലാം നമ്മളറിയാതെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇവന്മാര് പയ്യെ അങ്ങ് നിർത്തി പൊക്കോളും. ഒരുവർ പോലീസ് സ്റ്റേഷനിൽ വന്ന അവനത് എന്നും മറക്കാത്തൊരു അനുഭവമാക്കി മാറ്റണമെന്ന് അവർക്കൊരു നിർബന്ധമുണ്ട്. ഇല്ല, പക്ഷെ ഇപ്പോ കുറച്ചുകൂടെ മാതൃക പോലീസ് സ്റ്റേഷൻ ഈ പറയുന്ന സാധനം കിട്ടും നമുക്ക്. അത് നീ കേറി ചെല്ലുന്ന വകുപ്പ് ഏതാന്നുള്ളതിന് അല്ല, ഞാൻ പറയട്ടെ, അവര് സംസാരിക്കുന്നൊക്കെ ഭയങ്കര ഡീസന്റ് ആയി. അതിൽ അതൊക്കെ നല്ല, അതൊക്കെ പണ്ടത്തെ ഒത്തിരി മാറി. പക്ഷെ പോലീസിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആവുക അല്ലെങ്കിൽ ഇച്ചിരി ഇടിക്കാതൊന്നും എനിക്ക് തോന്നുന്നുള്ള ആൾക്കാർ നന്നാവുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പോലീസ് ആളുകളോട് ബിഹേവ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. സർ, റെസ്പെക്റ്റഡ് സർ, നമ്മൾ എത്തും. ആ ഒരു സാധനം വേണം. അത് എത്തും. കുറച്ച് സമയം എന്തോരം മര്യാദയുള്ള പോലീസുകാരാണ് അല്ലേ? ആണ് ആയിരിക്കും. ഞാൻ പിന്നെ ലോകം എന്നും കുറെ പേര് നല്ലതും കുറെ പേര് ചീത്തയായിരുന്നു. ചില സമയത്ത് ചില ആൾക്കാർ ഈ നല്ല ആൾക്കാർ ചീത്തയായിട്ട് മാറും, ചീത്ത ആൾക്കാർ നല്ലതായിട്ട് മാറും. ഇങ്ങനെ ഒരു കുഴഞ്ഞ സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.